ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു ഫ്ലോ മാർക്കറ്റിലാണ്. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, അതായത് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്കത് വാങ്ങാനും വിൽക്കാനും കഴിയുന്നൊരു മാർക്കറ്റാണിത്. അപ്പം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്, അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്താലോ? അപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇവിടെ ജർമ്മൻസ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാൻ വരില്ല, ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ എന്ന്. പക്ഷേ അങ്ങനല്ല. എന്ത് തരത്തിലുള്ള സാധനങ്ങളും ഇത് കണ്ടില്ലേ, എല്ലാം യൂസ്ഡ് ആയിരിക്കും. നമ്മളെപ്പോലെ തീരെ മോശമായിട്ടുള്ള സാധനങ്ങൾ ഇവർ കൊടുക്കില്ല കേട്ടോ. അത്യാവശ്യം എല്ലാം നല്ല സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. പുതിയ സാധനങ്ങളും ഉണ്ട് കേട്ടോ, പക്ഷേ നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നമുക്ക് ചീപ്പ് റേറ്റിൽ വാങ്ങാനായിട്ട് ഇവിടെ പറ്റും. രാവിലെ മുതൽ ഒരു 5 മണി വരെയാണ് കേട്ടോ ഇവരുടെ സമയം. ഇപ്പം ഇന്ന് ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ളൊരു ദിവസമാണ്, എന്നാൽ പോലും അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. വേണ്ടോ CDs, ഫോട്ടോ ഫ്രെയിംസ്, എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഡ്രസ്സൊക്കെ ഉണ്ട്, പുള്ളോവറുണ്ട്, ജാക്കറ്റുണ്ട്. ഇതൊക്കെ ഭയങ്കര വില കൂടിയ ബ്രാൻഡുകളുടെ ഒക്കെ ആയിരിക്കും. അപ്പം അതിന് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ചതായിരിക്കാം. സോ നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്തുനിന്ന്, അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ നമുക്ക് വളരെയധികം വില കുറച്ച് വാങ്ങാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത് കണ്ടില്ലേ, ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. കാറിൻ്റെ ടോയ്സ്, കാറുകളുടെ ഒരു ശേഖരമാണ്. എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെച്ചതായിരിക്കാം. ചിലർക്ക് അങ്ങനത്തെ ഹോബീസൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിലിങ്ങനെ ഉപയോഗിക്കുന്ന ഷോക്കേസ് ചെയ്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ ജർമ്മൻസിൻ്റെ വീടുകളിൽ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. വീട്ടിലാണെങ്കിലും അവരുടെ വോളിലാണെങ്കിലും ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പിക്ചറുകളും പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ഇതുപോലത്തെ കുറച്ച് ആർട്ടുകളൊക്കെ സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ അവരത് ചെയ്ത് വെക്കാറുണ്ട്. അല്ല, ഇത് ഡ്രസ്സിൻ്റെ ശേഖരമാണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റായിട്ടാണ് കിടക്കുന്നത്. പല സൈസൊക്കെ ഉണ്ട്. ആ സൈസുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചെരുപ്പുകൾ, ഷൂസ്, ഇതെല്ലാം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്കി ഒരു പെയർ അകത്തായിരിക്കും വെച്ചേക്കുന്നത്. ആരും അടിച്ച് മാറ്റിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കുമേ. അപ്പോൾ എങ്ങനെയുണ്ട്, മാർക്കറ്റ് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വ്ളോഗ് അവസാനിക്കുകയാണ്. പക്ഷേ വീഡിയോസൊന്നും അവസാനിക്കുന്നില്ല. ഇതുപോലെ ചെറിയ ചെറിയ അറിവുകളും എൻ്റർടൈൻമെൻറ്റ്സും അങ്ങനെയൊക്കെ ആയിട്ട് പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് മലയാളി ഫ്രം ഡോയ്ച്ച്ലാൻഡ്. auf Wiedersehen.